ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ബിന്ദു വിനോദ്. പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിന് നാളെ തുടക്കമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു പാർലമെന്റിന്റെ ഇരുസഭകളെയും സംയുക്തമായി അഭിസംബോധന ചെയ്യുന്നതോടെയാണ് സമ്മേളന നടപടികൾക്ക് തുടക്കമാവുക. ഇടക്കാല കേന്ദ്ര ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മറ്റന്നാൾ അവതരിപ്പിക്കും. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി കേന്ദ്ര സർക്കാർ ഇന്ന് സർവകക്ഷി യോഗം ചേർന്നു. ലോക്സഭയുടെയും രാജ്യസഭയുടെയും പ്രവർത്തനം സുഗമമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള യോഗത്തിൽ രാജ്നാഥ് സിംഗ്, പീയൂഷ് ഗോയൽ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാരും കോൺഗ്രസ്, തൃണമൂൽ, DMK, JDU, CPIM, ശിവസേന ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ കക്ഷികളിലെ നേതാക്കളും പങ്കെടുത്തു. നാളെ ആരംഭിക്കുന്ന പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന് അടുത്ത മാസം 9-നാണ് സമാപനമാവുക. ഛത്തീസ്ഗഡിലുണ്ടായ മാവോയിസ്റ്റ് ആക്രമണത്തിൽ 3 CRPF ജവാന്മാർക്ക് വീരമൃത്യു, 14 പേർക്ക് പരിക്കേറ്റു. ബസ്തർ മേഖലയിലാണ് മാവോയിസ്റ്റ് ആക്രമണം ഉണ്ടായത്. ഔദ്യോഗിക രേഖകൾ പരസ്യപ്പെടുത്തിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ പ്രത്യേക കോടതി 10 വർഷം തടവിന് ശിക്ഷിച്ചു. ഫെബ്രുവരി 8-ന് പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് വിധി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയ ചർച്ച നടന്നു. വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യത്തിന് സ്പീക്കർ അനുമതി നൽകുകയായിരുന്നു. പ്രതിപക്ഷത്തു നിന്നും റോജി M. ജോൺ ആണ് അടിയന്തര പ്രമേയ അവതരണത്തിന് നോട്ടീസ് നൽകിയത്. ഗൌരവമുള്ള വിഷയമായതിനാൽ പ്രമേയം ചർച്ച ചെയ്യാമെന്ന് മുഖ്യമന്ത്രി സഭയെ അറിയിച്ചു. സംസ്ഥാനം ചരിത്രത്തിലെ ഏറ്റവും വലിയ ധനപ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും കേരളം പോകുന്ന അവസ്ഥയില്ലെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ മറുപടിയായി പറഞ്ഞു. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാനും കേന്ദ്ര സർക്കാരിന്റെ വിഹിതം നേടിയെടുക്കാനും ഭരണപക്ഷവും പ്രതിപക്ഷവും ഒന്നിച്ചു നിൽക്കണമെന്നും ഇത് സംബന്ധിച്ച് നിയമസഭയിൽ സംയുക്തമായി പ്രമേയം പാസാക്കണമെന്നും മന്ത്രി പറഞ്ഞു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ച നിയമസഭയിൽ ഇന്നും തുടർന്നു. AC മൊയ്തീൻ, M. വിൻസെന്റ്, P. മമ്മിക്കുട്ടി, കാനത്തിൽ ജമീല, അനൂപ് ജേക്കബ് ഉൾപ്പെടെയുള്ള അംഗങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു. നന്ദി പ്രമേയ ചർച്ചകൾക്ക് ഇന്നലെയാണ് സഭയിൽ തുടക്കമായത്. ആലപ്പുഴയിലെ BJP നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയ കേസിലെ 14 പ്രതികൾക്കും മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു. ചികിത്സയിലായതിനെ തുടർന്ന് ഇന്ന് ഹാജരാകാതിരുന്ന 10ാം പ്രതിക്കുള്ള ശിക്ഷ പിന്നീട് പറയും. 2021 ഡിസംബറിലാണ് രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴ വെള്ളക്കിണറിലെ വീട്ടിൽ അതിക്രമിച്ചു കയറി PFI SDPI പ്രവർത്തകരായ പ്രതികൾ വധിച്ചത്. കോടതി വിധിയിൽ സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേഷ് സാഹിബ് പൂർണ്ണ തൃപ്തി പ്രകടിപ്പിച്ചു. നീതിന്യായ വ്യവസ്ഥയുടെ വിജയമാണ് കോടതി വിധിയെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ പറഞ്ഞു. 76ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിക്ക് രാജ്യത്തിന്റെ സ്മരണാഞ്ജലി. രാജ്ഘട്ടിലെ ഗാന്ധി സമാധിയിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ പുഷ്പാർച്ചന നടത്തി. സർവ്വമത പ്രാർത്ഥനയും രാജ്ഘട്ടിൽ നടന്നു. സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിലും അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ സ്പീക്കർ AN ഷംസീർ പുഷ്പാർച്ചന നടത്തി. റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി ഡൽഹിയിലെ ചുവപ്പുകോട്ടയിൽ നടക്കുന്ന ഭാരത് പർവ് പ്രദർശനം നാളെ സമാപിക്കും. വിനോദസഞ്ചാര മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിലാണ് ഈ മാസം 23 മുതൽ 9 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചത്. 26 കേന്ദ്ര മന്ത്രാലയങ്ങളും വകുപ്പുകളും പ്രദർശനത്തിൽ പങ്കെടുക്കുന്നു. ന്യൂഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. 8.7 ഡിഗ്രി സെൽഷ്യസാണ് ഇന്ന് രാജ്യ തലസ്ഥാനത്ത് രേഖപ്പെടുത്തിയ കുറഞ്ഞ താപനില. മൂടൽമഞ്ഞ് റെയിൽ, വിമാന സർവീസുകളെ തടസ്സപ്പെടുത്തി. ഡൽഹിയിലെ വായു മലിനീകരണവും രൂക്ഷമായ തോതിൽ തുടരുകയാണ്. ഉത്തരേന്ത്യയിൽ അടുത്ത 3 ദിവസം കൂടി കനത്ത മൂടൽമഞ്ഞ് അനുഭവപ്പെടുമെന്നാണ് കാലാവസ്ഥാ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വാഹനങ്ങൾക്കായി ഫാസ്ടാഗ് സംവിധാനം നിലവിൽ വന്നു. എൻട്രി, എക്സിറ്റ് ഗേറ്റുകളിൽ ക്രമീകരിച്ച ഫാസ്ടാഗ് സ്കാനറുകൾ വഴിയാണ് ഫീ സ്വീകരിക്കുക. നിലവിലെ പാർക്കിംഗ് നിരക്കുകളിൽ മാറ്റമില്ല. യാത്രക്കാർ ഗേറ്റുകളിൽ ഏറെ സമയം കാത്തു നിൽക്കുന്നത് ഫാസ്ടാഗ് വരുന്നതോടെ ഒഴിവാകും. ക്ഷേമ പെൻഷനുകൾ സമയബന്ധിതമായി നൽകുന്നതിന് സർക്കാർ പരമാവധി ശ്രമം നടത്തുന്നതായി ധനമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ കമ്പനിയുടെ ബാധ്യതകൾ സംസ്ഥാന സർക്കാരിന്റെ കടമായി കണക്കാക്കി കേന്ദ്ര സർക്കാർ കടമെടുപ്പിന് അനുമതി നിഷേധിക്കുന്നത് ഇതിന് തടസ്സം സൃഷ്ടിക്കുന്നതായി മന്ത്രി ചോദ്യോത്തരവേളയിൽ നിയമസഭയിൽ പറഞ്ഞു. പെൻഷന്റെ കേന്ദ്രവിഹിതം യഥാസമയം നൽകാത്തതും പെൻഷൻ സമയബന്ധിതമായി വിതരണം ചെയ്യാൻ കഴിയാത്തതിന് കാരണമാണെന്നും അദ്ദേഹം അറിയിച്ചു. വിവിധ നിയോജക മണ്ഡലങ്ങളിൽ പ്രവർത്തന സജ്ജമായ 39 ഐസൊലേഷൻ വാർഡുകളുടെ ഉദ്ഘാടനം അടുത്ത മാസം 6-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. കോവിഡ് പോലുള്ള മഹാമാരികളും മറ്റു പകർച്ചവ്യാധികളും നേരിടുന്നതിന് ആരോഗ്യമേഖലയെ കൂടുതൽ സജ്ജമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത് നടപ്പിലാക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. അണ്ടർ-19 ക്രിക്കറ്റ് ലോകകപ്പ് സൂപ്പർ 6 റൌണ്ടിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയ്ക്ക് തകർപ്പൻ ജയം. ഇന്ത്യ ഉയർത്തിയ 296 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ന്യൂസിലൻഡ് 28.1 ഓവറിൽ 81 റൺസിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.